എന്ത് വില കൊടുത്തും ഉറപ്പുവരുത്തേണ്ടതാണ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം. കവർ സ്റ്റോറി. മൗലാന ഖാലിദ് സൈഫുള്ള റഹ്മാനി, പ്രസിഡന്റ്, ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. വഖഫ് സ്വത്തുക്കൾ നമ്മുടെ വിലയേറിയ മൂലധനമാണ്. ദൈവിക പ്രീതിയും പ്രതിഫലവും ഉദ്ദേശിച്ച് നമ്മുടെ പൂർവികർ തങ്ങളുടെ സ്വത്തുക്കൾ സർവശക്തനായ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ വഖഫുകളുടെ പരിപാലനവും സംരക്ഷണവും നമ്മുടെ പ്രഥമ കടമയാണ്. വഖഫ് നിയമം 2013 ഭേദഗതി ചെയ്യാനാണ് ഭരണവർഗം ശ്രമിക്കുന്നത്. വഖഫ് നിയമത്തിൽ വരുത്തുന്ന ഭേദഗതികൾ എൻഡോവ്മെൻറ്റുകളുടെ സ്വഭാവവും നിലയും മാറ്റുകയും എൻഡോവ്മെൻറ്റുകളുടെ സംരക്ഷണവും വഖഫിൻ്റെ അധികാരങ്ങളും അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യും. വഖഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നത് വഖഫ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വഴിയൊരുക്കും. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ശബ്ദമുയർത്തുകയും വഖഫിൻ്റെ സ്വഭാവത്തിലും പദവിയിലും കാതലായ മാറ്റം വരുന്ന രീതിയിൽ ഒരു ഭേദഗതിയും വഖഫ് നിയമത്തിൽ വരുത്തരുത് എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം ജനങ്ങളിലെത്തിക്കാൻ ജുമുഅ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇസ്ലാമിൽ സർവശക്തനായ അള്ളാഹുവിനുള്ള ആരാധനയ്ക്കും അടിമത്തത്തിനും പ്രത്യേക പ്രാധാന്യമുള്ളതുപോലെ മനുഷ്യരെ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥന, ഉപവാസം എന്നിവയോടൊപ്പം തന്നെ സക്കാത്ത്, സ്വതക്കത്തുൽ ഫിത്തർ എന്നിവയുടെ കൽപ്പനകളും വന്നിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകളുണ്ടായാൽ സാമ്പത്തിക പ്രായശ്ചിത്തം, അതായത് ദരിദ്രർക്കും ആവശ്യക്കാർക്കും ഭക്ഷണം നൽകാനും വസ്ത്രം നൽകാനും വ്യവസ്ഥയുണ്ട്. ഉദാഹരണത്തിന്, ആരെങ്കിലും മനഃപൂർവ്വം നോമ്പ് മുറിച്ചാൽ ഒന്നുകിൽ അവൻ 60 നോമ്പനുഷ്ഠിക്കുകയും അല്ലെങ്കിൽ 60 പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയും വേണം. നോമ്പാകുന്ന ആരാധനയുടെയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെയും പ്രതിഫലം ഒന്നു തന്നെയാണ്. നിരവധി ആളുകൾക്ക് ദീർഘകാലം പ്രയോജനം ലഭിക്കത്തക്ക രീതിയിൽ സേവനങ്ങൾ ലഭിക്കുക എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ രൂപം. 2 രൂപവും പ്രതിഫലാർഹമാണെങ്കിലും രണ്ടാമത്തെ രൂപത്തിനാണ് പ്രതിഫലം കൂടുതൽ. എന്തുകൊണ്ടെന്നാൽ ഏതൊരു വസ്തുവിൻ്റെ പ്രയോജനം കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ കാലം ലഭിക്കുന്നുവോ അതിനാണ് കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ 3 സന്ദർഭങ്ങളിലൊഴികെ കർമ്മങ്ങളുടെ ബന്ധം അവനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടും. 1. എന്നെന്നും നിലനിൽക്കുന്ന ദാനധർമ്മം. 2. തൻ്റെ മരണശേഷം ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന അറിവ്. 3. തനിക്ക് വേണ്ടി മരണശേഷം പ്രാർത്ഥിക്കുന്ന സന്താനം. മുസ്ലിം. പ്രയോജനകരമായ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ വൈജ്ഞാനിക പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളുമാണ്. അത് ദീർഘകാലത്തേക്ക് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നു. സച്ചരിതരായ സന്താനങ്ങൾ എന്നതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. സംസ്കരണം സിദ്ധിച്ച മക്കൾ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഗൗരവത്തിൽ കാണും. നിലനിൽക്കുന്ന ദാനധർമ്മം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി തൻ്റെ കാലശേഷവും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകാൻ കിണർ കുഴിക്കുക, കുഴൽക്കിണർ നിർമ്മിക്കുക, പള്ളിയുടെയും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയും നിർമ്മാണത്തിൽ പങ്കാളിയാവുക, ദീനീ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുക, യാത്രക്കാർക്കും അനാഥർക്കും വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുക തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഒരു രൂപത്തെ വഖഫ് എന്ന് വിളിക്കുന്നു. വഖഫിൻ്റെ യഥാർത്ഥ അർത്ഥം തടഞ്ഞു വെക്കുക എന്നാണ്. വഖഫിൽ യഥാർത്ഥ വസ്തുക്കൾ തടഞ്ഞു വെച്ചുകൊണ്ട് അതിലൂടെയുണ്ടാകുന്ന പ്രയോജനങ്ങൾ വഖഫ് ചെയ്തവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് അവകാശികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ വസ്തുക്കൾ സംരക്ഷിക്കപ്പെടുകയും തടഞ്ഞു വെക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് വഖഫ് എന്ന് പറയുന്നത്. വഖഫും സാധാരണ ചാരിറ്റിയും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം സാധാരണ ദാനധർമ്മങ്ങൾ ദരിദ്രരെയും ആവശ്യക്കാരെയും യഥാർത്ഥ വസ്തുവിൻ്റെ ഉടമകളാക്കുന്നു എന്നതാണ്. മറ്റു അവകാശികൾക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാനുള്ള സ്കോപ്പില്ല. എന്നാൽ വഖഫിൽ നേരെ മറിച്ചാണ് കാര്യം. അതിലൂടെ വഖഫിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രതിഫലവും സുതരാം വ്യക്തമാകും. വഖഫിൽ വഖഫ് ചെയ്തവർക്കോ മുത്തവല്ലിമാർക്കോ പ്രയോജനമെടുക്കാൻ അവകാശം ലഭിച്ചവർക്കോ ഒരു ഉടമസ്ഥാവകാശവും ഉണ്ടാവില്ല. വഖഫിനെക്കുറിച്ചുള്ള ഇസ്ലാമിക ശരീഅത്തിൻ്റെ കാഴ്ചപ്പാട് സർവശക്തനായ അള്ളാഹുവിൻ്റെ നേരിട്ട് ഉടമസ്ഥതയിലുള്ള സ്വത്ത് എന്നതാണ്. ഇസ്ലാമിലെ ആരാധനകൾക്ക് മാത്രമല്ല പ്രതിഫലം ലഭിക്കുക, മനുഷ്യ സേവനവും പ്രതിഫലത്തിന് അർഹമാണ്. അതിനാൽ വഖഫിൻ്റെ വ്യാപ്തി വളരെ വിശാലമാണ്. ദരിദ്രർക്ക് പ്രയോജനം ലഭിക്കുമാറുള്ള വഖഫും സാധുവാണ്.
സമ്പന്നർക്കും ദരിദ്രർക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന വഖഫും സാധുവാണ്. എത്രത്തോളമെന്നാൽ സ്വന്തം മക്കൾക്ക് വഖഫ് നൽകുന്നത് പോലും സാധുവാണ്. അതിനാൽ മദ്രസകൾ, മസ്ജിദുകൾ, അനാഥാലയങ്ങൾ, ദരിദ്രരുടെ സഹായത്തിനായി സ്ഥാപിച്ച സ്ഥാപനങ്ങൾ, മതപരമോ ഭൗതികമോ ആയ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ട ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ, രോഗികളുടെ ചികിത്സ, വിധവാ സംരക്ഷണം തുടങ്ങി സമാന ആവശ്യങ്ങൾക്കായി സ്ഥാപിതമായ ട്രസ്റ്റുകൾ, ഇവയുടെ ലക്ഷ്യം ബിസിനസ്സോ ഏതെങ്കിലും ഒരു വ്യക്തിക്കുള്ള ഭൗതിക നേട്ടമോ ആവാതിരുന്നാൽ അവയെല്ലാം വഖഫിൽ ഉൾപ്പെടുന്നു. മതപരവും ജീവകാരുണ്യപരവുമായ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്ന ആശയം വളരെ പുരാതനമാണ്. ഇസ്ലാമിന് മുമ്പ് തന്നെ അറബികൾ ദൈവിക ഭവനമായ കഅബയ്ക്ക് വഴിപാടുകൾ അർപ്പിച്ചിരുന്നു. ദൈവനാമത്തിൽ വസ്തുക്കൾ നേർച്ചയാക്കുന്ന സംഭവം ബൈബിളിലും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹസ്രത്ത് മറിയമിൻ്റെ മാതാവ് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ദൈവത്തിന് നേർച്ച നേരുമെന്ന വാഗ്ദാനമുണ്ട്. അങ്ങനെയാണ് ഹസ്രത്ത് മറിയം ബൈത്തുൽ മഖ്ദിസിൻ്റെ സേവനത്തിനായി അവരുടെ അമ്മാവൻ ഹസ്രത്ത് സക്കരിയയുടെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ടത്. ആലു ഇമ്രാൻ 35-37. വ്യത്യസ്ത ചാരിറ്റി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇസ്ലാം സമർപ്പിച്ച വിശാലമായ വഖഫ് പ്രൊജക്റ്റ് ഇസ്ലാമിന് മുമ്പ് ഒരിക്കലും കാണാൻ കഴിയില്ല. മുഹമ്മദീയ സമൂഹത്തിൽ ആദ്യത്തെ വഖഫ് ഉമറാണ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. എന്നാൽ പ്രത്യേകമായ ഇനത്തിൻ്റെയും വിശദമായ നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വഖഫ്. അല്ലായെങ്കിൽ ആദ്യത്തെ വഖഫ് നൽകിയത് അള്ളാഹുവിൻ്റെ ദൂതനാണ്. മദീനയിൽ അനാഥരായ 2 കുട്ടികളിൽ ഹസ്രത്ത് സഹൽ, ഹസ്രത്ത് സുഹൈൽ, അവരിൽ നിന്നും വ്യക്തിപരമായി വാങ്ങിയ ഭൂമിയിൽ പ്രവാചകൻ മസ്ജിദ് നിർമ്മിക്കുകയും അതിനോട് ചേർന്ന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഒരു സമുച്ചയം നിർമ്മിക്കുകയും ചെയ്തു. അതിനെ അറബിയിൽ സുഫ എന്ന് വിളിക്കുന്നു. അതെ, ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ദാറുൽ ഉലൂമായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫായി നൽകിയ ഭൂമിയിലാണ് ആദ്യത്തെ പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിതമായത്. ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതേ രീതിയിൽ തന്നെയാണ് ബിഅർ റോമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് വഖഫായി സമർപ്പിച്ചത്. ഹസ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ ഈത്തപ്പനത്തോട്ടം വഖഫായി നൽകിയതും മറ്റൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്യുന്നതിന് മുമ്പുള്ള വഖഫുകളാണ് ഇവയെല്ലാം. വഖഫ് പരാമർശം ഖുർആനിൽ തന്നെയുണ്ട്. കാരണം സമ്പത്ത് സൽക്കർമ്മമായി ചെലവഴിക്കാനും ദാനം ചെയ്യാനും അള്ളാഹു ആവർത്തിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ പ്രവാചകൻ്റെ വ്യക്തമായ പ്രേരണകളും കാണാൻ കഴിയും. എന്നെന്നും നിലനിൽക്കുന്ന സ്വതക്കയുടെ ഏറ്റവും ഉയർന്ന രൂപമായതിനാൽ സ്വഹാബികൾ പലപ്പോഴും ഈ നല്ല പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പല പണ്ഡിതന്മാർക്കും ഇതിൽ അഭിപ്രായ സമന്വയമുള്ളതായും കാണാം. അതിനാൽ ഇസ്ലാമിക നിയമജ്ഞർ ഇത് ഐച്ഛിക പദവിയുള്ള മുസ്തഹബായ ഒരു ഇബാദത്താണ് എന്ന് അഭിപ്രായപ്പെടുന്നു. അൽ മുഗ്നി 187/8. വഖഫിൻ്റെ ഈ പ്രാധാന്യം കാരണം മുസ്ലിങ്ങൾ എപ്പോഴും വൈവിധ്യമാർന്ന സൽപ്രവർത്തനങ്ങൾക്ക് വഖഫ് നൽകി വരുന്നു. ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് ശോഭയാർന്ന ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ കേവലം പള്ളികൾക്കും ഈദ്ഗാഹുകൾക്കും ഖബറിസ്ഥാനുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാത്രമല്ല വഖഫ് ചെയ്തത്. അവർ മുസാഫിർ ഖാനകളും യത്തീം ഖാനകളും വഖഫിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. രോഗികൾക്കും വികലാംഗർക്കും ദരിദ്രർക്കും എത്രത്തോളമെന്നാൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും തീറ്റയ്ക്ക് പോലും വഖഫ് സമർപ്പിച്ചിരുന്നു. ഇത് മുസ്ലിം സമൂഹത്തിൻ്റെ അസാധാരണമായ സേവന മനോഭാവത്തിലേക്ക് സൂചന നൽകുന്നു. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ സ്ഥിരതാമസമാക്കിയിടത്തെല്ലാം ഇപ്പോഴും ധാരാളം എൻഡോവ്മെൻറ്റ് ഭൂമികളും വഖഫ് സ്വത്തുക്കളും കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ധാരാളം എൻഡോവ്മെൻറ്റ് പ്രോപ്പർട്ടികളുണ്ട്. അവ ശരിയായി ഉപയോഗിക്കുകയും അതിൻ്റെ പ്രയോജനങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുകയും ചെയ്താൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇപ്പോൾ നേരിടുന്ന പരിതാവസ്ഥയും പിന്നോക്കാവസ്ഥയും കാരണമായി മുസ്ലിങ്ങൾക്ക് സർക്കാരിന് മുമ്പിൽ യാചിക്കേണ്ടി വരില്ല. മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കളിൽ 50% സർക്കാരും രാജ്യത്തെ സഹോദരങ്ങളും കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഖേദകരമാണ്. മുസ്ലിങ്ങളുടെ കൈവശമുള്ള വഖഫ് സ്വത്തുക്കളിൽ അധികവും അനധികൃതമായി കൈവശപ്പെടുത്തി പോയതാണ്. ധാരാളം ഖബറിസ്ഥാനുകൾ, റിയൽ എസ്റ്റേറ്റ് ലോബികൾ കച്ചവടം നടത്തിയിരിക്കുന്നു. മസ്ജിദ് ഭൂമികൾ നിയമവിരുദ്ധമായി കയ്യേറിക്കൊണ്ടിരിക്കുന്നു. ചിലർ പുരാതന മസ്ജിദുകൾ വിറ്റ് തിന്നുന്നതിൽ മനസാക്ഷിക്കുത്തില്ലാത്ത വിധം ദൈവഭയമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇത്തരം വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നു. വഖഫ് സ്വത്തുക്കളിൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രവർത്തന രീതി ഇങ്ങനെയാണ്. എൻഡോവ്മെൻറ്റ് വസ്തുക്കൾ വാടകയ്ക്കെടുക്കുന്നവർ യഥാർത്ഥ വാടക കൊടുക്കാൻ തയ്യാറാകുന്നില്ല. 5000-ഉം 10,000-ഉം വാടക വരുന്ന ബിൽഡിങ്ങുകൾക്ക് 50 രൂപയും 100 രൂപയുമാണ് നൽകുന്നത്. ചിലർ 100 രൂപ, 150 രൂപ നിരക്കിൽ വഖഫ് ബിൽഡിങ്ങുകൾ വാടകയ്ക്കെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മറ്റുള്ളവരിൽ നിന്ന് അഡ്വാൻസായി വാങ്ങുന്നതോടൊപ്പം പ്രതിമാസം 1000ങ്ങൾ വാടകയായും വാങ്ങുന്നു.
വഖഫിൻ്റെ മേലുള്ള അനധികൃത കയ്യേറ്റങ്ങളുടെയും അനനുവദനീയമായ പ്രയോജനങ്ങളുടെയും ലിസ്റ്റ് നീണ്ടതാണ്. അതിലുൾപ്പെട്ട മഹാന്മാരുടെ പേരുകൾ കണ്ട് അത്ഭുതപ്പെടുകയുമാണ്. എന്നാൽ വഖഫ് സ്വത്ത് ശരിയായി ഉപയോഗിക്കുന്നവരും വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവ വരുമാനദായകമാക്കുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്നവരുമായ നല്ല മനുഷ്യരുമുണ്ട്. മുസ്ലിം ഭരണം ഇന്ത്യയിൽ ഏകദേശം 1000 വർഷത്തോളം നിലനിന്നിരുന്നു. ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശേഷവും മുസ്ലിം നവാബുമാരും ഹിന്ദു രാജാക്കന്മാരും മഹാരാജാക്കന്മാരും ഭരിച്ചിരുന്ന വിവിധ ചെറിയ സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നാമമാത്ര ശ്രദ്ധയെ ചെലുത്തിയിരുന്നുള്ളൂ. തങ്ങളുടെ അധികാരം ഉറപ്പിക്കുന്നതിലായിരുന്നു അവരുടെ ശ്രദ്ധ. പക്ഷേ അവർ നിരവധി സ്ഥലങ്ങളും കെട്ടിടങ്ങളും പൂർണ്ണമായും ഇസ്ലാമികവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി വഖഫ് നൽകിയിരുന്നു. ശാശ്വതമായ ലാഭത്തിൻ്റെ ഉറവിടമായി അവരതിനെ പരിവർത്തിപ്പിച്ചു. ഹിന്ദു രാജാക്കന്മാരും തങ്ങളുടെ മുസ്ലിം പ്രജകൾക്കായി പള്ളികൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ശ്മശാനങ്ങൾക്കായി സ്ഥലങ്ങളും നൽകി. മറ്റാവശ്യങ്ങൾക്കായി പ്രോപ്പർട്ടികളും വഖഫായി നൽകിയിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധിനിവേശം നടത്തിയപ്പോൾ അവർ ആദ്യം മുസ്ലിങ്ങളുടെ നിരവധി എൻഡോമെൻറ്റുകൾ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ക്രമേണ അവയും സർക്കാരിൻ്റെ കൈവശം വന്നവ കൂടാതെ മറ്റ് വഖഫ് സ്വത്തുക്കളും വീണ്ടെടുക്കപ്പെട്ടു. സർക്കാർ അവ വഖഫായി അംഗീകരിക്കുകയും ചെയ്തു. വ്യക്തിപരമായ സ്വത്തിനെ ബഹുമാനിക്കുക എന്നത് സർക്കാരിൻ്റെ കടമയായതുപോലെ തന്നെ പൊതുസ്വത്ത് സംരക്ഷിക്കുന്നതിന് സർക്കാർ നിയമപരമായ പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുകയും അത് വീണ്ടെടുക്കുകയും നിയമാനുസൃതമാക്കുകയും വേണം. വഖഫ് ഭൂമിയിൽ വൻകിട ഹോട്ടലുകളും കമ്പനികളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങൾ തിരിച്ചു കിട്ടുക എളുപ്പമല്ല. എന്നാൽ അതിൻ്റെ വാടക നൽകാൻ സർക്കാരിന് അവരെ നിർബന്ധിക്കാൻ കഴിയും. അതിലൂടെ വഖഫ് സ്വത്തുക്കൾ മുസ്ലിം ആവശ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയും. നിരവധി സർക്കാർ ഓഫീസുകളും സർക്കാർ കെട്ടിടങ്ങളും വഖഫ് ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവയുടെ വാടക സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ന്യായമായ രീതിയിൽ സർക്കാർ തന്നെ നൽകണം. വഖഫ് ബോർഡിന് ഇത്തരം കയ്യേറപ്പെട്ട ഭൂമിയുടെ ന്യായമായ വാടക നൽകിയാൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസം, അനാഥ സംരക്ഷണം, വിവാഹമോചിതരും വിധവകളുമായ സ്ത്രീകളുടെ ക്ഷേമം, തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം, സ്വയം തൊഴിൽ തുടങ്ങിയ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. സർക്കാരിന് മുന്നിൽ യാചിക്കുന്നതിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയും ചെയ്യാം. 1954 പാർലമെൻറ്റിൽ ആദ്യമായി വഖഫിനായുള്ള ഒരു സ്ഥിരം നിയമമുണ്ടാക്കിയത്. അതിനു മുമ്പ് വഖഫിന് വേണ്ടി പ്രത്യേക നിയമമുണ്ടായിരുന്നില്ല. വഖഫ് പ്രശ്നങ്ങൾ 1923 മുസ്ലിം നിയമത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ വഖഫിനെ സംരക്ഷിക്കാൻ ഈ നിയമം പര്യാപ്തമല്ലെന്ന് മുസ്ലിങ്ങൾ കരുതി. 1984 ഒരു പുതിയ വഖഫ് നിയമം വന്നു. പക്ഷേ അതിന് മുസ്ലിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാനായില്ല. തുടർന്ന് 1995 വീണ്ടും ഒരു പുതിയ വഖഫ് നിയമം കൊണ്ടുവന്നു. അതിൽ മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളുടെ ചെറിയൊരു ഭാഗം നിറവേറ്റപ്പെട്ടു. എന്നാൽ വലിയൊരു ഭാഗവും നിറവേറ്റപ്പെടാതെ അവശേഷിച്ചു. 2010 ഒരു ചർച്ചയും കൂടാതെ ഒരു വെള്ളിയാഴ്ച അവസാന നിമിഷം ഭേദഗതി ചെയ്ത മറ്റൊരു വഖഫ് നിയമം ലോക്സഭ വളരെ തിടുക്കത്തിൽ പാസാക്കി. 2013 ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ മുൻ ജനറൽ സെക്രട്ടറി മൗലാന മുഹമ്മദ് വലി റഹ്മാനിയും ബോർഡ് ഭാരവാഹികളും ബോർഡിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് വഖഫ് നിയമത്തിൽ ഭേദഗതി നിർദ്ദേശിക്കുകയും വഖഫ് നിയമത്തിലെ പിഴവുകളും അപാകതകളും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടു. മുസ്ലിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇതിലൂടെ നിറവേറ്റപ്പെട്ടില്ലെങ്കിലും വഖഫ് നിയമം ഒരു പരിധിവരെ ഭദ്രമായി. അതുവഴി വഖഫുകൾ സംരക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിലെ സർക്കാർ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ ശ്രമിക്കുന്നു. 40 ഭേദഗതികൾ സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ട്. ഈ ഭേദഗതികളിലൂടെ വഖഫ് നിയമത്തിൻ്റെ ഭദ്രത നഷ്ടപ്പെട്ടു പോകുമെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ നിലവിലെ വഖഫ് ബോർഡുകൾ ദുർബലമാകുമെന്നും കടുത്ത ആശങ്കയുണ്ട്. പുതിയ പരിഷ്കരണം വന്നാൽ അത് വഖഫ് സ്വത്തുക്കളെ വളരെ ദോഷകരമായി ബാധിക്കും. രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന വഖഫ് പ്രോപ്പർട്ടികൾ സംരക്ഷിക്കുന്നതിന് ബുദ്ധിമുട്ടാകും. സ്ഥിതിഗതികളുടെ ഗൗരവം മനസ്സിലാക്കി നിലവിലുള്ള വഖഫ് നിയമത്തെ ദുർബലപ്പെടുത്തുകയും സംരക്ഷണം അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന ഒരു ഭേദഗതിയും വരുത്തരുതെന്ന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഇക്കാര്യത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാനും എല്ലാ നിയമവശങ്ങളും അവലോകനം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. വഖഫിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കണമെന്ന് പൊതു അഭിപ്രായവും ഉയർന്നുവന്നു. സർക്കാരിനെയും പ്രതിപക്ഷ പാർട്ടികളെയും ഇക്കാര്യത്തിൽ ഒരുപോലെ ബോധവാന്മാരാക്കേണ്ടതിൻ്റെ ആവശ്യകതയും യോഗം ഊന്നി പറഞ്ഞു. വിവർത്തനം അബ്ദുസലാം പുലാപ്പറ്റ.